കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കോറോ ഹെൽത്ത് സ്ഥാപന അധികൃതരുമായി തൊഴിൽ മന്ത്രി വെള്ളിയാഴ്ച ചർച്ച നടത്തും. സ്ഥാപന അധികൃതർ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് നടക്കേണ്ടിയിരുന്ന ചർച്ച മാറ്റിവെച്ചത്. തൊഴിൽ സെക്രട്ടറി ഇന്ന് ജീവനക്കാരുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ചേരുകയാണ്. ഇന്നിപ്പോൾ കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കോറോ ഹെൽത്ത് സ്ഥാപന അധികൃതരുമായി തൊഴിൽ സെക്രട്ടറി സംസാരിക്കുമെന്ന് കേൾക്കുന്നു. എന്താണ് വിവരങ്ങൾ? മായ, കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കൻ സ്ഥാപനമായിട്ടുള്ള കോറോ ഹെൽത്തിൽ നിന്ന് 800ഓളം ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഒരു നടപടി ഉണ്ടായിരുന്നത്. ഈ കമ്പനിയുടെ കൊച്ചിയിലെയും കോഴിക്കോടിലെയും ഉള്ള ശാഖകളിൽ നിന്നാണ് ഇത്തരത്തിൽ 800ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നുള്ളൊരു കാര്യമാണ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത്. അതായത് ഈ വിഷയം ഉണ്ടായതിന് പിന്നാലെ തന്നെ MLA ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ ഇടപെടുകയും ഈ പ്രശ്നം താൽക്കാലികമായിട്ടുള്ളൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ജീവനക്കാരെ പിരിച്ചുവിടുന്ന നടപടി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. ഇന്ന് വരെയായിരുന്നു ഈ നടപടി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് യോഗമുണ്ടാകും, ഇവർ തമ്മിൽ ചർച്ച നടത്തുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഈ കമ്പനിയുടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇന്ന് ഈ ചർച്ചയ്ക്ക് എത്താൻ കഴിയില്ല എന്നറിയിച്ചതിനെ തുടർന്നാണ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നത്. വെള്ളിയാഴ്ച ഈ ചർച്ച നടത്താനായിട്ടാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. തൊഴിൽ വകുപ്പ് മന്ത്രിയും ഒപ്പം തന്നെ വകുപ്പ് സെക്രട്ടറി അടക്കമുള്ളവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് തൊഴിൽ വകുപ്പ് സെക്രട്ടറി കൊച്ചിയിൽ വെച്ച് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ സംഭവത്തിലെ ഈ പിരിച്ചുവിടലടക്കമുള്ള കാര്യങ്ങളിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും കേൾക്കാനുള്ള കാര്യങ്ങൾ, ഇവരുടെ ഭാഗം കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് കമ്പനി സെക്രട്ടറി നേരിട്ടെത്തി ചർച്ച നടത്തുന്നത്. തൊഴിൽ വകുപ്പ് സെക്രട്ടറി നേരിട്ടെത്തി ചർച്ച നടത്തുന്നത്. ഏതായാലും അതിനുശേഷം വെള്ളിയാഴ്ച ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ തന്നെയാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. അതുവരെ ഈ നടപടികൾ മരവിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി നേരത്തെ തന്നെ സർക്കാർ ഈ കമ്പനിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ജീവനക്കാർക്ക് 3 മാസത്തെ ശമ്പളം, ഈ ശമ്പളം കുടിശ്ശികയുണ്ടായിരുന്നതാണ്. ഈ കുടിശ്ശിക തീർത്തു കൊടുക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കുടിശ്ശിക തീർത്തു കൊടുത്തുകൊണ്ട് തന്നെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നീക്കമാണോ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് പ്രധാനമായിട്ടും ജീവനക്കാർക്കുള്ളത്. ഏതായാലും ഈ ആശങ്കയടക്കം ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ കമ്പനി തൊഴിൽ വകുപ്പ് സെക്രട്ടറിക്ക് മുന്നിലേക്ക് ഈ ജീവനക്കാർ പങ്കുവെക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മായ. കിരണാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോറോ ഹെൽത്ത് സ്ഥാപന അധികൃതരുമായി തൊഴിൽ സെക്രട്ടറി ഇന്ന് ചർച്ച നടത്തും.